കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നു. വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് തീരുമാനമായിരുന്നു ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് എന്നെ കാണാത്തത് കേട്ടോ. ഞാൻ വന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പെട്ടെന്ന് ഞാൻ ചിക്കൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇൻട്രൊഡക്ഷനിൽ ഞാൻ കാണിക്കുന്നെങ്കിലും എന്നെ ഇതിൽ കാണാൻ കുറച്ച് കുറവായിരിക്കും. കാരണം ഞാൻ തന്നെയാണ് ക്യാമറാമാൻ, ഞാൻ തന്നെയാണ് കുക്കിംഗ്. അതുകൊണ്ട് അപ്പോൾ കുറച്ചായിരിക്കും എന്നെ കാണുന്നത്. അപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ, വൈകുന്നേരം വന്നുള്ള പരിപാടികളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനൊരു സോമ്പേരി ചിക്കൻ കറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനത്തെ ഒരു ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത്. കാരണം പെട്ടെന്ന് മടിയുള്ളവർക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. ഞാനിങ്ങനെ വെക്കുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ ഇത്ര കാലമൊന്നും ഞാനിങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതിൽ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പൊടികൾ ഐറ്റം ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. പൊടികൾ ഐറ്റം ഇടുന്നു. പിന്നെ തക്കാളി ഇല്ലാത്തതിന് പകരം കുറച്ച് ഞാൻ തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഉണ്ടെങ്കിൽ തൈര് നമുക്ക് വേണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ തൈര് ഇട്ടു കേട്ടോ. പിന്നെ ഇതിലോട്ട് സവോളയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അത് ഡയറക്റ്റായിട്ട് നമ്മൾ ചിക്കനിലോട്ട് ഇട്ടിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ചായ വെക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ചായയൊക്കെ വെച്ചത്. ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഏട്ടനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ചായ വെച്ച് മാറ്റാനാണ് വെച്ചാൽ എപ്പോഴും എനിക്ക് ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ ഈവനിങ്. ഇന്ന് പക്ഷേ തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അതായത് ചിക്കനും ചപ്പാത്തിയൊക്കെ വയ്ക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്കാണ്. ചപ്പാത്തി ചിക്കൻ കറിയാണ് ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് ഞാനും ചായയൊക്കെ കുടിച്ചിട്ട് ആണ് പിന്നെ ബാക്കി പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് വേണ്ടിയിട്ടുള്ള ചായയാണ്. കട്ടൻ ചായയിൽ ഞാൻ കട്ടൻ ചായ വയ്ക്കുകയാണെങ്കിൽ വെള്ളം ഇട്ടിട്ടാണ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് അവർ യൂണിഫോമൊക്കെ കിട്ടി. അപ്പോൾ അവൻ വെച്ച് നോക്കണം. ഇനി നമുക്ക് അടുത്തുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പഠിപ്പിക്കാൻ അധികം ഇല്ലെങ്കിൽ ഞാൻ എന്നാലും കുറച്ച് അവന് മറന്നു പോകാതിരിക്കാൻ വൈകുന്നേരം കുറച്ച് പഠിപ്പിക്കും. എന്നാലും അധികം പഠിപ്പിക്കാനില്ലാത്തതുകൊണ്ട് ആ ഒരു ഇതില്ല. ഇനി ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ടാസ്ക്കൊക്കെ ഒരുപാട് കൂടുന്നു മാത്രം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ചു. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ചിക്കൻ കറി ഞാനിതിലൊക്കെ എല്ലാം ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഞാനതൊന്ന് സിമ്മിലാക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം വരുമല്ലോ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെള്ളം ലൈറ്റായിട്ട് വരും. എന്നിട്ട് അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു. കാരണം നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ വേണമല്ലോ. അതുകൊണ്ടിട്ട് അതിലോട്ട് ഞാൻ ആദ്യം വെള്ളം വന്നതിന് ശേഷമാണ് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കറിക്ക് പാകത്തിന് വേണ്ടിയിട്ട് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചുടുവെള്ളമാണ് കേട്ടോ. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ഒന്ന് വേവിക്കാൻ വെച്ചാൽ ഒരു പാത്രത്തിൽ ചിക്കൻ കറി, മറ്റേ പാത്രത്തിൽ ചപ്പാത്തി. അപ്പം വേഗം പരിപാടികളൊക്കെ ഇങ്ങനെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തു. അപ്പോൾ അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എണ്ണയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ മല്ലിത്തവിയൊന്നുമില്ല, കുറച്ച് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ. മല്ലിത്തവിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടായേനെ. അങ്ങനെ ചപ്പാത്തിയായി. അപ്പോൾ ഒരു ചപ്പാത്തി ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചാട്ടോ. പക്ഷേ ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി. ഞാൻ പ്രതീക്ഷിച്ചതിന് കാലം വന്നു. കാരണം വേഗം വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ നമുക്കൊരു നേരമൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ പരിപാടിയാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ പാത്രം കഴുകി ഒരു ഇതാവുമെന്ന് വിചാരില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി ഉറങ്ങാൻ പോകാൻ. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 7 മണിക്കൊക്കെയാണ് രാത്രി ഫുഡ് കഴിക്കുക. പക്ഷേ ഇന്ന് വൈകി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാ.